ഹായ് ഫ്രണ്ട്സ്, ദിക്ഷാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ്. ഫുൾ ഇതുപോലെ പ്രിൻ്റ് വരുന്നൊരു പാറ്റേൺ ആണ്. ഇതൊരു 5.5 മീറ്റർ ക്ലോത്ത് ഉണ്ട്. ഇത് വെച്ച് നമുക്കിന്നൊരു അംബ്രല്ല ടോപ്പ് എങ്ങനെ തയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ലൈനിങ് 3 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം. ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ വരുന്നത് 7 ഇഞ്ച്, ആം ഹോളും 7 ഇഞ്ച്, ചെസ്റ്റ് റൗണ്ട് വരുന്നത് 11 ഇഞ്ച്, വെസ്റ്റ് റൗണ്ട് 10 എടുത്തിരിക്കുന്നത്. അരികെ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കയറ്റി വളച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അളവിൽ തന്നെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലൈനിങ്ങും ഫാബ്രിക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമ്മളത് 2 ഭാഗങ്ങളും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കഴുത്ത് നോക്കാം. ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്നത് വൈഡ് വീനെക്കാണ്. എടുത്ത് വരുന്നത് 3.25, ലെങ്ത്ത് വരുന്നത് 6.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ബാക്ക് സൈഡിൽ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതാ കഴുത്ത് ജോയിൻ ചെയ്തെടുത്ത് ഷോൾഡർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്ലീവ്സ് അതിനെ കട്ട് ചെയ്യാൻ നോക്കാം. സ്ലീവ്സ് ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. അടിയിലേക്ക് ചുരുക്ക് കിട്ടുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ നീളത്തിലെടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. ഇതുപോലെ ക്രോസാക്കി മടക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ലൈനിങ്ങും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിന് മെയിൻ ഫാബ്രിക്കിൻ്റെ അത്ര വിട്ട് വരുന്നില്ല കേട്ടോ. നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ മൊത്തം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികുകൾ ഇനി നമുക്ക് അടിച്ചു കൊടുക്കാം. ലൈനിങ് ഞാൻ സാധാ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ അരികു വശം നമുക്ക് ലോക്ക് ചെയ്തെടുക്കണം. അടുത്ത് ഞാൻ ഈ മെഷീനിലാണ് ചെയ്യുന്നത്. അരികെ ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം എടുത്ത് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.